ഹായ്, ഇത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ബിന്നുവാണ്. ഞാനിന്ന് പോകുന്ന ഒരു വൈനറിയിലാണ്. വൈൻ ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അതുകൂടാതെ അവർക്ക് മുന്തിരിത്തോപ്പുണ്ട്, വിന്യാർഡ്സ്. ഇത് 6500 BC മുതൽ മുന്തിരി കൊണ്ട് വൈൻ ഉണ്ടാക്കിയതായി പല തെളിവുകളുമുണ്ട്. അത് കൂടുതലും ചൈന, ഇറ്റലി, ജോർജിയ, ആ ഏരിയയിലൊക്കെയാണ് ഉണ്ടാക്കിയതായിട്ടുള്ള തെളിവുകളുള്ളത്. സൗത്ത് ആഫ്രിക്ക ലോകത്തിലെ 9ാമത്തെ ലാർജസ്റ്റ് വൈൻ പ്രൊഡ്യൂസറാണ്. ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ, US, ഓസ്ട്രേലിയ, ചൈന, അർജന്റീന. പ്രധാനമായിട്ടും 4 തരം വൈനാണുള്ളത്. റെഡ്, വൈറ്റ്, റോസ് എന്ന് സ്പെല്ല് ചെയ്യുന്ന റോസെ, പിന്നെ സ്പാർക്ലിംഗ് വൈൻസ്, അത് ഷാമ്പെയിനൊക്കെ അതിനകത്ത് വരും. പിന്നെ ചെറിയ ചെറിയ അല്ലാതെ വേറെ ഉണ്ട്, ഫോർട്ടിഫൈഡ് വൈൻസ് ഉണ്ട്, പിന്നെ സ്വീറ്റ് വൈൻസ് ഉണ്ട്. ഈ വൈനിന് പേരിടുമ്പോഴത്തേക്ക് 2 ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. അതായത് ന്യൂ വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നത് ഒരു 400 വർഷത്തിനുള്ളിൽ വൈൻ ഉണ്ടാക്കാൻ തുടങ്ങിയ രാജ്യങ്ങൾ, അതായത് സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അർജന്റീന. ഇവരെപ്പോഴും അവരുടെ ഏത് മുന്തിരി കൊണ്ടാണോ വൈൻ ഉണ്ടാക്കുന്ന ആ മുന്തിരിയുടെ പേര് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിനോട്ടാഷ്, ഷാഡോനി, കാബർനിയറ്റ് സെവന്യോൺ, പിനോട്ട് നോയർ, അതിനെ ബേസ് ചെയ്യുന്നതാണ്. പക്ഷേ ഓൾഡ് വേൾഡ് എന്ന് പറഞ്ഞാൽ കൺട്രീസ് എന്ന് പറയുന്നത് അതിനൊക്കെ ഒരുപാട് മുമ്പ് വൈൻ ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. ഇപ്പോൾ ഫ്രാൻസ്, ഇറ്റലി, സ്പെയിന്, ഇവരെല്ലാം അവരുടെ ഗ്രീസ്, ഇവരെല്ലാം അവരുടെ റീജൻ, ഏത് റീജനിലാണ് മുന്തിരി ഉണ്ടാകുന്നത് ആ റീജനിൻ്റെ വെച്ചുകൊണ്ടാണ് അവർ പേരിടുന്നത്. വൈൻ അല്ലെങ്കിൽ മുന്തിരിച്ചെടി വളരാൻ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫീൽഡിൽ നിരത്തി ഫെൻസ് ചെയ്തേക്കുന്നത്. ഇതിനൊരു 30 വർഷത്തെ ആയുസ്, 30 വർഷത്തിന് മേളിൽ ആയുസുണ്ട്. 3-4 വർഷം കൊണ്ട് ഗ്രേപ്പിൻ്റെ ചെടി കായ്ക്കുവാണേലും അതിൻ്റെ ചെടിയുടെ പ്രായം കൂടും തോറും അതിൻ്റെ ഗ്രേപ്സിന് ടേസ്റ്റ് കൂടും. കാരണം അതിൻ്റെ വേര് കൂടുതൽ ആഴത്തിൽ പോവും, കൂടുതൽ മിനറൽസ് കളക്ട് ചെയ്യും. അതുകൊണ്ട് വൈൻ വെറൈറ്റിക്ക് എപ്പോഴും ഒരിച്ചിരി മച്യൂർ ആയിട്ടുള്ള ചെടിയിൽ നിന്നുള്ള ഗ്രേപ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഒരു മുന്തിരിത്തോപ്പിൽ നിന്ന് കിട്ടുന്ന മുന്തിരിക്ക് ഓരോ വർഷവും അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരാറുണ്ട്. കാരണം അത് ആ വർഷം കിട്ടിയ കാലാവസ്ഥയെ ബേസ് ചെയ്താണ്. ഈ വൈൻ ലവേഴ്സിന് ഇത് അവർക്കറിയാം, ഏത് വർഷത്തെ ഏത് റീജിയനിലെ മുന്തിരിക്കാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ വർഷം നോക്കി തന്നെ വൈൻ തപ്പിയെടുത്ത് മേടിക്കുന്നവരുണ്ട്. വൈൻ കുടിക്കാൻ വേണ്ടിയും മേടിക്കുന്നവരുണ്ട്, പിന്നെ അതുപോലെ ഹോബിയായിട്ട് കളക്ട് ചെയ്യുന്നവരുണ്ട്. ഒരു $8-9 മുതൽ സൗത്ത് ആഫ്രിക്കയിൽ നല്ല വൈൻ കിട്ടും, ബോട്ടിൽഡ് വൈൻ. ഇത് ഈ ബിസിനസ്സിനകത്തുള്ള പലരും വളരെ പാഷനേറ്റ് ആയിട്ടാണ് ഈ ഒരു ബിസിനസ്സിനെ കാണുന്നത്. അത് പ്യുവർ മണി ഓറിയൻറ്റഡ് അല്ല. പിന്നെ ഇതുപോലെ തന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ ഷുഗർ ടു ആസിഡ് കറക്റ്റ് ബാലൻസ് വരുന്ന സമയത്താണ് അവർ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. വൈൻ ഉണ്ടാക്കുന്ന പ്രോസസ്സ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ അത് സോർട്ട് ചെയ്ത് പിന്നെ അതിനെ പ്രസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് പിന്നെ അത് ഫെർമെൻറ്റ് ചെയ്യും. ഫെർമെൻറ്റ് ചെയ്യുന്നത് വുഡൻ കാസ്കിനകത്തുണ്ട്, സ്റ്റീൽ ടാങ്കിനകത്തുണ്ട്, ചിലത് കോൺക്രീറ്റ് ടാങ്ക്സിനകത്ത് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അത് ഫിൽട്ടർ ചെയ്ത് ബോട്ടിൽ ചെയ്യും. വൈൻ ഫെർമെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാസ്ക് ഫ്രഞ്ച് ഓക്ക് അല്ലെ അമേരിക്കൻ ഓക്കിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പല പ്രാവശ്യം അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ്നെസ് പോവും, ഫ്ലേവർ അതിനകത്തുനിന്ന് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് ഡിസ്കാർഡ് ചെയ്യും. ഫെർമെൻറ്റേഷൻ പ്രോസസ്സിൽ കൂടാണ് ഈ മുന്തിരിക്കകത്തെ ഷുഗർ ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡായിട്ട് മാറുന്നത്. അതുകൂടാതെ തന്നെ ഈ ഫ്രൂട്ടീൻ, നോൺ ഫ്രൂട്ടീൻ ഫ്ലേവേഴ്സ് എല്ലാം ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിലാണ് ഇത് മുഴുവൻ പുറത്തു വരുന്നത്. റെഡ് വൈൻ്റെ കളറ് വരുന്നത് അതിൻ്റെ സ്കിന്നിനകത്തുനിന്നാണ്. പല വെറൈറ്റി മുന്തിരി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചില മുന്തിരിയുടെ സ്കിന്നിന് തിക്നെസ് കൂടുതലാണ്. അപ്പോൾ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കളർ ഇൻറ്റൻസിറ്റിയും കൂടും. അതുപോലെ തന്നെ ഫ്രൂട്ടിയും നോൺ ഫ്രൂട്ടിയും ഫ്ലേവേഴ്സും നമ്മൾ വൈൻ ഉണ്ടാക്കി കഴിയുമ്പോൾ കിട്ടാറുണ്ട്. ഇപ്പം നോൺ ഫ്രൂട്ടി ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം മഷ്റൂം, ബട്ടർ, ചോക്ലേറ്റ്, കോഫി, അങ്ങനെ പല ഫ്ലേവേഴ്സ് കിട്ടാറുണ്ട്. എന്നാലും അത് വളരെ മൈൽഡാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഭൂമിയിൽ വൈൻ ഉണ്ടാക്കുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ വൈൻ ഉണ്ടാക്കുന്നത് ഗ്രേപ്സിൽ നിന്നാണ്. കാരണം അതിൻ്റെ ഷുഗർ ടു ആസിഡ് ബാലൻസ് വളരെ ഐഡിയലാണ്. ഇത് ഫെർമെൻറ്റ് ചെയ്തെടുക്കാൻ ചിലപ്പം മാസങ്ങളെടുക്കും, ചിലപ്പം വർഷങ്ങൾ കൊണ്ട് ഫെർമെൻറ്റ് ചെയ്യുന്ന വൈനുണ്ട്. വിൽഡ് ബീസ്റ്റിനെ ഇത്രയും അടുത്ത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റ് ആഫ്രിക്കയിലൊക്കെ സാധാരണ കാണുന്നതാണ് വിൽഡ് ബീസ്റ്റ്, റിവർ ക്രോസിങ്, സീബ്രയുടെ കൂട്ടത്തിൽ. ഒരു 30 അടി മാറി നിൽക്കുകയാണ്. അപ്പുറത്തുമുണ്ട്, വേറെ നിൽപ്പുണ്ട്, അവിടെയുണ്ട് വിൽഡ് ബീസ്റ്റ് ഉണ്ട്.
ഒരു വർഷം 900 മുതൽ 1600 കിലോമീറ്റർ വരെ വിൽഡബീസ്റ്റ് ഭക്ഷണം തേടി യാത്ര ചെയ്യും. ഇതുപോലുള്ള വിൽഡബീസ്റ്റും സീബ്രയും ആൻറ്റിലോപ്പ് സ്പീഷീസും ഇവിടെ ഉള്ളത് കാരണമാണ് ഈ മുന്തിരിത്തോപ്പുകൾക്ക് ചുറ്റും അവർ ഇലക്ട്രിക് ഫെൻസ് ചെയ്തേക്കുന്നത്. പക്ഷേ അതിനകത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ വളരെ മൈൽഡാണ്. ഒന്നിനും അപകടം വരത്തക്ക രീതിയിലുള്ള പവറില്ല. ഇനി നമുക്ക് ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ഒന്ന് കാണാം. ഒരു ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻ്റാണ്. അതുകൂടാതെ തന്നെ വൈൻ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്ന വൈൻ സെല്ലാറുണ്ട്. പിന്നെ വൈൻ പ്രൊഡക്ഷൻ ഇപ്പം നടക്കുന്നില്ല, കാരണം ഹാർവെസ്റ്റിംഗ് ഇനിയും 1-2 ആഴ്ചയോടെ കഴിയും. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. ഇവിടെ 6 തരം വൈനാണ് ഉണ്ടാക്കുന്നത്. 2 വൈറ്റ് വൈനും 4 ടൈപ്പ് റെഡ് വൈനും ഉണ്ട്. പൊതുവേ റെഡ് വൈൻ മീറ്റിൻ്റെ കൂടെ കൂടുതൽ സൂട്ടാണ്. വൈറ്റ് വൈൻ കൂടുതലും ഫിഷിൻ്റെ കൂടെ കഴിക്കുന്നത്. ആൽക്കഹോൾ പെർസെൻറ്റേജ് 10 to 17 ആണ് വൈനിനകത്ത്. എക്സെപ്ഷണൽ കേസിൽ 20 വരെയൊക്കെ ഉണ്ട്. വിസ്കി ബ്രാൻഡി പോലെ 40 to 70% അല്ല. ഇതൊരു ആപ്പറ്റൈസറാണ്. ഇപ്പം പല ഫ്ലേവേഴ്സും എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണത്. ഇവിടെ ഈ കാണുന്ന കാസ്ക് നമ്മൾ ഗസ്റ്റിന് വേണ്ടി കാണാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഇതൊരു വൈൻ്റെ കാസ്ക് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 300 ലിറ്ററാണ് കപ്പാസിറ്റി. അതേസമയം ബ്രാൻഡിയും ഇവിടുത്തെ ഗ്രേപ്സ് കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു 200 ലിറ്ററാണ്. ഇത് അവരുടെ കാണാൻ വേണ്ടി വെച്ചേക്കുന്ന സെല്ലാറാണ്. പക്ഷേ അവരുടെ മെയിൻ സെല്ലാറകത്ത് വേറെ ഉണ്ട്. വൈറ്റ് വൈൻ പൊതുവേ നമ്മൾ ഇച്ചിരി ചിൽഡായിട്ടാണ് കഴിക്കുന്നത്. അതായത് 5 to 10 ഡിഗ്രി. അതേസമയം റെഡ് വൈൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 to 15 ഡിഗ്രി. അതായത് കുറച്ചുകൂടെ വാമായിട്ടാണ്. ഇന്നിപ്പോൾ ഇവിടെ ഒരു ഫ്രൈഡേ ആണ്, അതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്ത. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് വന്ന് വലിയ തിരക്കില്ലാത്ത സമയം നോക്കി. ആ സമയം നമ്മളിവിടെ അല്ലാത്ത സമയങ്ങളിൽ ലഞ്ചും ഡിന്നറിനൊക്കെ വരണമെങ്കിൽ, എസ്പെഷ്യലി ഹോളിഡേയ്സിനാണെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരണം, അല്ലെങ്കിൽ സീറ്റ് കിട്ടാൻ ചിലപ്പം ബുദ്ധിമുട്ടാണ്. ട്രഡീഷണലി വൈൻ ബോട്ടിൽ എപ്പോഴും കോർക്ക് കൊണ്ടാണ് അടച്ചുകൊണ്ടിരുന്നത്. അപ്പം കോർക്ക് ഓപ്പണർ കൊണ്ട് തുറക്കുക, അതൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരുപാട് കമ്പനികൾ അതിൽ നിന്ന് മാറി മെറ്റൽ ക്ലോഷർ അല്ലെ മെറ്റൽ ക്യാപ്പ് ഉപയോഗിച്ചാണ് ക്ലോസ് ചെയ്തതെന്ന് ഇപ്പം ബോട്ടിൽ ക്ലോസ് ചെയ്യുന്നത്. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഗ്രേപ്സ് ആണ്. എല്ലാം ഇവിടെ തന്നെയാണ്. ബോട്ടിലിങ്, ഫെർമെൻറ്റിങ് എല്ലാം ഇവിടുത്തെ ഗ്രേപ്സ് കൊണ്ട് മാത്രമേ ഇവിടെ വൈൻ ഉണ്ടാക്കാറുള്ളൂ. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് 4 ടൈപ്പ് വൈനാണ്. ആദ്യത്തെ സിറ, രണ്ടാമത്തെ പിനോട്ടാഷ്, മൂന്നാമത്തെ കബർനാറ്റ് സവന്യോൺ, നാലാമത്തെ കബർനാറ്റ് സവന്യോൺ തന്നെ. That's called what do you call the black edition, our premium black edition wine. The premium one. So I think it's fermented more than the normal yeah. So അത് കാസ്കിനകത്ത് കൂടുതൽ ടൈം ഇരിക്കും. അതുകൊണ്ടാണ് അതിനെ പ്രീമിയം ആയിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. Vintage, it has 11% alcohol. This has a beautiful spicy nose. You're going to pick up a lot of your cinnamon, your cloves, your white and your black pepper. So you can smell and taste the wine. It's got a beautiful spicy plum finish on the palate. Okay. Pinotage, it's a 2019 vintage, and this has 12% alcohol. Okay. So with this wine, you're going to have a beautiful fruity nose. So you're going to pick up a lot of your dark red ripe fruits, your ripe raspberries, your cherries, your black currants, your blueberries. And this is going to follow through to your palate with a beautiful, smooth, lingering plum finish. Okay. This wine has taken 12 months to fermentate in our French oak barrels. Still very light compared to a normal Pinotage, like I said. Normally, a normal Pinotage is normally around 14.5 to 15% alcohol. Okay. Ours is only 12%, hence the very light Pinotage. Yeah, Pinotage actually South Africa developed ചെയ്തെടുത്താണ്. University of Stellenbosch ആണ് ഇത് ബഡ് ചെയ്തെടുത്താണ് Pinotage. I'm not sure which are the two. I think it's Pinot Noir. Pinot Noir. And there's another one which is actually called as Hermitage. Sanse. It's a mix of the two, I heard about. I mean, The two wines. Yeah.
alcohol. Okay. It's a little more The darky, color intensity. yeah, is. intensity. You can So I'm feel going to it. just pour the last one too. It's going to be our black edition, 2018 vintage, 11%. This is our flagship wine for the estate. Okay. 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 So for the first, our third glass is going to be a Highgate Cabernet Sauvignon. You're going to pick up a lot of herbaceous, minty pencil shavings in the nose. This wine has taken 20 months to fermentate in your French oak barrel. Oh, Cabernet Sauvignon. Yes. Okay. So this is a medium bodied, medium plus tannins. A bit more drier compared to the first two wines. That's just a normal cab sav. Still fairly easy to drink, like I said. It only has 11.5% alcohol. So you can you'll pick up the last scent on your nose will probably be the pencil shavings. We don't add any pencil shavings, don't be alarmed. Okay. It's just the aromas that you pick up from Yeah. the contact from the French oak barrel. Okay. Still fairly easy to drink, very popular wine. I think because most people like they're not used to a very low alcohol percentage, so they like a more fuller bodied wine. So the winemakers try to achieve here a more fuller bodied wine. So we've got our two cab sauves. So this is from, like I said, 20 months. So the winemakers try to achieve here a more fuller bodied wine. So we've got our two cab sauves. So this is from, like I said, 20 months. Then you have our black edition. It's also a Cabernet Sauvignon. Okay. The difference between our black edition, our first Cabernet Sauvignon, this black edition is barrel selected by the winemaker. So there's a maximum of 2 barrels per vintage and a minimum of 1 barrel. We've only bottled 865 bottles from that vintage. So very low quantity of wine is being produced. And this is bottle 214 from 865. So, like I said, it's more hands-on involvement. It's got a different seal packaging. So this is wax dipped. Okay. Whereas this just has a normal plastic seal. So, like I'm saying, this is a full-bodied wine. So it's the best wine we can offer in a bottle for a KZN wine here at Highgate. Okay. And I think the fermenting time in the cask is like more Yes. than this one. This is like 20 months, That's 20 months, and the black edition is 22 months. 22 months. But the cask is different. No, same French oak barrel. But how does that 2 months make a difference? Or is it In because... terms of taste and the notes that you pick Okay. up. Oh, okay. So this one is much more smooth on the palate, where this is still a bit how would I say, I would this is like more ready to drink. I would age this bottle for extra further 3 years. In the Cabernet Sauvignon. Am I right? Yes. Okay. ഇതും Cabernet Sauvignon ആണ്. പക്ഷേ ഇത് അതിൻ്റെ ലൈക്ക് കോൾ ഇറ്റ് ദ പ്രീമിയം മോഡൽ ബിക്കോസ് അതിൻ്റെ ഏജിങ് കൂടുതൽ സമയം കാസ്കിനകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസമുണ്ട്. അതിൻ്റെ ടേസ്റ്റ് മാറും. But is it also 750 ml or is it more? No, it's also the same. 750. It's just 750. a different It's just that bottle. it's More like narrow oh, okay. Okay, then I'll go for this one. I think. And then obviously the wine that you're tasting is the wines that worked out quite Which well. varieties are this? The grape. You So can take the mask off if you want. Okay. Yeah, which varieties are this? So the white wine we just have a Chardonnay. Chardonnay. Okay. And then, but we really want to reach out with more white wines because everyone loves Sauvignon Blanc, or you can add a Viognier and something. So it's quite nice to have more. So we're hoping. But then the red wines we have is Syrah, Pinotage, Cabernet Sauvignon. Oh, you grow all that. Okay. Yeah, probably. Okay. So Tom did his WSET level 3. And he knows so much about wine. And then level 4 is sommelier, but it's like 200,000 rand, and you have to fly all over the world, and it's quite hectic. So not a lot of people do that. Okay. Yeah. But this is good enough for making. Very happy. Yeah. Yeah. So here we have our Pinotage barrels. They are treated barrels. And then we've got our Merlot. Okay. And then we've got our Chardonnay in this barrel.
And then here's a Tawny. Tawny is a blended wine that we named after our winemaker. So we've got a few barrels of the Tawny, 1, 2, 3, and that's a 2019 vintage. And then if you walk through, we've got our Cab Sauv. There's a few others on this side here. So yeah, we've got a Cab Sauv, Cab Sauvs. And then with the smaller barrels, we're actually making brandy. So that's our brandy barrels. Okay. And then what it goes as a table or something? You'll see we recycle and we Yeah. actually use, because it's very hard to purchase barrels. Oh yeah. So we make use of them for display around the state. വൈൻ ഫെർമെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വുഡൻ കാസ്ക് പല പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ ഫ്ലേവർ മുഴുവൻ തീർന്നു കഴിയുമ്പോൾ വീണ്ടും അത് അവരെടുത്ത് വെച്ച് പുറത്ത് ഈ റെസ്റ്റോറൻറ്റിൽ നമുക്ക് കാണുന്ന പോലെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിട്ട് വെക്കാം. റിസപ്ഷൻ്റെ മേളിൽ കാണാം, ബോട്ടിൽ സ്റ്റോറേജ് ആയിട്ട് കാണാം, പിന്നെ വാഷ് ബേസിൻ, പിന്നെ ഡെക്കറേറ്റീവ് ഇപ്പോൾ ഫ്ലവർ വാസ് ആയിട്ട് കാണാം, ടേബിൾ സ്റ്റാൻഡായിട്ട് കാണാം. അങ്ങനെ പലതിനും അവർ യൂസ് ചെയ്യാറുണ്ട്. അത് അവർ റീസൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്ന അതാണ്. ഗ്രേപ്പ് ഒരു വണ്ടർ ഫ്രൂട്ടാണ്. കാരണം പലതരം ഗ്രേപ്സിനകത്തുനിന്നും നമുക്ക് മറ്റു പല ഫ്രൂട്ട്സിൻ്റെയും ടേസ്റ്റും സ്മെല്ലും കിട്ടാറുണ്ട്. പിന്നെ ഗ്രേപ്സ് ഫെർമെൻറ്റ് ചെയ്താണ് വൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫെർമെൻറ്റേഷൻ അതിനേക്കാളും വലിയൊരു വണ്ടറാണ്. കാരണം ഈ ഗ്രേപ്സിനകത്ത് ഒരുപാട് കെമിക്കൽ കമ്പോണൻസ് ഉണ്ട്. നമുക്ക് പക്ഷേ നോർമൽ സർക്കംസ്റ്റാൻസിൽ അത് ടേസ്റ്റ് ചെയ്യാനോ സ്മെൽ ചെയ്യാനോ പറ്റത്തില്ല. ഈ കെമിക്കൽ കമ്പോണൻസും മറ്റു പല ഫ്രൂട്ട്സിലും ഫുഡിലും കോമൺ ആയിട്ട് കാണുന്നതാണ്. പക്ഷേ ആ ടേസ്റ്റും സ്മെല്ലും കംപ്ലീറ്റ് അൺലോക്ക് ചെയ്യുന്നത് ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിൽ കൂടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് വൈനായി കഴിയുമ്പോഴത്തേക്ക് പലതരം ഫ്രൂട്ടിയും നോൺ ഫ്രൂട്ടിയും ഫ്ലേവേഴ്സ് കിട്ടുന്നത്. ചില നോൺ ഫ്രൂട്ടി സ്മെല്ലും ടേസ്റ്റും നമുക്ക് പറയുമ്പോഴും നമുക്ക് ഇച്ചിരി വിയർഡായിട്ട് തോന്നാറുണ്ട്. കാരണം മിൻറ്റി പെൻസിൽ ഷേവിങ്, അല്ലെങ്കിൽ നല്ല ജെന്യുവിൻ ലെതറിൻ്റെ സ്മെല്ല്, പിന്നെ കോഫി, ചോക്ലേറ്റ്, മിൻറ്റി, സ്പൈസസ്, ടോസ്റ്റ്, ബട്ടർ, ഇങ്ങനെ പല ഇതും ഇതിനകത്തുനിന്ന് കിട്ടാറുണ്ട്. അപ്പം ഒരുമാതിരി ആവറേജ് അല്ലെങ്കിൽ ലിറ്റിൽ അബവ് ആവറേജ് സെൻസ് ഓഫ് സ്മെല്ലുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വെൽ, ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു. ഞാൻ തിരിച്ച് ഡർബിന് പോവുകയാണ്. ഹാർവസ്റ്റിംഗ് ഒരു 2-3 ആഴ്ച കൂടെ എടുക്കും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വൈൻ മേക്കിങ്ങിൻ്റെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ വരും. So thanks for watching. Until next time, goodbye. Benno.